എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. വീഡിയോ മുഴുവനായും കാണുക. നമ്മൾ 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ്, കേരള പാഠാവലി അങ്ങനെ വിവിധ വിഷയങ്ങളിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അടങ്ങുന്ന വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ പോയി കാണാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ എന്തെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുക. താരതമ്യം ചെയ്ത കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ നമ്മളോട് ഒരു താരതമ്യക്കുറിപ്പാണ് തയ്യാറാക്കുവാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാട്ടിൽ പോയിട്ട് കണ്ണനും കൂട്ടുകാരും അവിടെ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ്. പക്ഷെ നമ്മൾ കളിക്കുന്ന കളികളുമായിട്ട്, നമ്മൾ കളിക്കുന്ന ഗെയിംസുമായിട്ടുള്ള വ്യത്യാസങ്ങളും സാമ്യതകളും നമ്മളോട് താരതമ്യം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. അമ്പാടിയിൽ കണ്ണനും കൂട്ടുകാരും അവർ താമസിക്കുന്ന പരിസരങ്ങളോടും കാടിനോടും ഇണങ്ങി ജീവിക്കുന്നവരാണ്. പശുക്കളും കന്നുകുട്ടികളും കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരാരാണ്? പ്രധാനമായും ഫോണായിരിക്കുമല്ലോ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. പക്ഷേ കണ്ണൻ്റെയും കൂട്ടുകാരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? പശുക്കളും കന്നുകുട്ടികളും കാട്ടിലെ പക്ഷികളും മൃഗങ്ങളുമായിരുന്നു അവരുടെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്സ്. മയിലുകൾ കൂകി തുടങ്ങുമ്പോൾ അവർ കൂകുകയും കുയിലുകൾ പാടുമ്പോൾ അതിനൊപ്പിച്ച് പാടുകയും പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിന് പുറകെ പാഞ്ഞു പോകുകയും കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ച് വലിക്കുകയും അരയന്നങ്ങൾ ശബ്ദമുണ്ടാക്കി പോകുമ്പോൾ ആ ശബ്ദത്തിനൊപ്പം കരയുകയും ചെയ്യുന്നത് പ്രകൃതിക്കൊപ്പം ജീവിക്കുന്നവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇതൊക്കെ കണ്ണനും കൂട്ടുകാരും ചെയ്ത പ്രവൃത്തികളാണല്ലേ. ഇന്നത്തെ കുട്ടികൾ കൂടുതലും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും മുന്നിലാണ് കളിക്കാനിരിക്കുന്നത്. ചില കുട്ടികൾ പന്തുകളി, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഷട്ടിൽ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. നാടൻ വിനോദങ്ങളായ കുഴിപ്പന്തുകളി, കിളിത്തട്ട്, ചില്ലുകളി, കുട്ടിയും കോലും എന്നിവയിൽ ഏർപ്പെടുന്നത് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളവർ മാത്രമേ ഉള്ളൂ അല്ലേ. നല്ല ഉൾനാട്ടിലുള്ളവരാണ് കൂടുതലായിട്ടും, ഗ്രാമപ്രദേശങ്ങളിലുള്ളവരാണ് കുഴിപ്പന്തുകളി, കിളിത്തട്ട്, ചില്ലുകളി, കുട്ടിയും കോലൊക്കെ കളിക്കാറുള്ളത്. നമ്മൾ കൂടുതലായും കളിക്കുന്നത് എന്താണ്? ചിലപ്പോൾ നമ്മൾ ഫോണിലുള്ള ഗെയിംസ് ആയിരിക്കും, അല്ലെങ്കിൽ പന്തുകളി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ അങ്ങനെയുള്ള കളികളാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മൾ കണ്ണനും കൂട്ടുകാരുടെയും പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞു, അല്ലെ, അവരുടെ കളികളെക്കുറിച്ച് പറഞ്ഞു. ശേഷം നമ്മുടെ ഈ കാലത്തുള്ള കുട്ടികളുടെ കളികളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഓക്കെ ആണല്ലോ. താരതമ്യക്കുറിപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ഡയറിയിലേക്കാണ് പോകുന്നത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവന് ഉറക്കം വന്നതേയില്ല. സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞക്കിളിയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? എഴുതി നോക്കും. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മഞ്ഞക്കിളിയുടെ ഒരു ഡയറി എഴുതുവാനാണ്. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന കഥയിലെ കഥാപാത്രമാണ് നമുക്കറിയാം മഞ്ഞക്കിളി അല്ലേ. മഞ്ഞക്കിളി എന്നു പേരുള്ള മറ്റൊരാൺകുട്ടിയും അതോടൊപ്പം സുമംഗല എന്നു പേരുള്ള പെൺകുട്ടിയും നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കാണാം. പിന്നെ പ്രകാശൻ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. മഞ്ഞക്കിളിയെ ഗോളി നിർത്താനായിരുന്നു പ്രകാശിൻ്റെ താല്പര്യം. അത് പ്രകാശൻ വിചാരിച്ചത് മഞ്ഞക്കിളിയെ നമുക്ക് ഗോളിയായി നിർത്താമെന്നാണ്. എന്നാൽ അവനാവട്ടെ കയറി കളിക്കാനായിരുന്നു ഇഷ്ടം. പ്രകാശം വിചാരിച്ചു മഞ്ഞക്കിളിയെ നമുക്ക് ഗോളിയാക്കി നിർത്താം. പക്ഷെ മഞ്ഞക്കിളിക്ക് ആഗ്രഹം കയറി കളിക്കാനാണ്. ഓരോ പന്തും കയ്യിൽ കിട്ടാതെ പോയി ഗോളാകുമ്പോൾ പ്രകാശിന് ദേഷ്യപ്പെടുക പതിവായിരുന്നു. എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ മഞ്ഞക്കിളി കളിക്കുമായിരുന്നു. അവിടെയും ഗോളിയായിരുന്നു നമ്മുടെ മഞ്ഞക്കിളി. അങ്ങനെയാണ് സുമംഗല എന്ന പെൺകുട്ടി പന്ത് കളിക്കാനായി അവിടെ എത്തുന്നത്. അവളുടെ അച്ഛനൊരു നല്ല ഫുട്ബോൾ കളിക്കാരനാണ്. എന്നാൽ അവിടെയുള്ള ആൺകുട്ടികൾ അവളെ കളിക്കാൻ സമ്മതിക്കുന്നില്ല. അവളെ ആ കളിയിൽ കൂട്ടുന്നില്ല. സങ്കടപ്പെട്ട് സുമംഗല അവിടെ നിന്ന് പോയി. ഈ വിവരം മഞ്ഞക്കിളി അവൻ്റെ അമ്മയോട് ചെന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അമ്മ അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. പഴയ വനിതാ ലോകകപ്പ് മത്സരത്തിൻ്റെ വീഡിയോ ലാപ്ടോപ്പിൽ നിന്നും കാണിച്ചിട്ട് അവൻ്റെ അമ്മ ഒരു പത്രപ്രവർത്തകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ എനിക്ക് പത്രപ്രവർത്തിയാകാൻ ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നൊക്കെ മഞ്ഞക്കിളിയോട് അവൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് മഞ്ഞക്കിളി രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അവന് ഉറക്കം വന്നതേയില്ല. സംഭവങ്ങൾ ഓരോന്നായിട്ട് അവൻ്റെ മനസ്സിൽ
മിന്നിമറിയാണ്. ആ ഒരു ടൈമിൽ അവൻ്റെ ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത്. ഡയറി തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം തീയതി കൊടുക്കണം, സമയം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, തീയതി എന്തായാലും വേണം. ഇവിടെ കൊടുത്തത് 2024 ഏപ്രിൽ 15 സമയം രാത്രി 10 മണി. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം നോക്കാം. കുട്ടികളെല്ലാം സ്കൂൾ ഗ്രൗണ്ടിലെത്തിയിരുന്നു. ചൂട് അല്പം കുറഞ്ഞ സമയമായിരുന്നു. തലേ ദിവസം ഒരു ചെറിയ മഴ പെയ്തതുകൊണ്ട് പൊടിയെല്ലാം കുറച്ചൊക്കെ ഇല്ല എന്ന് പറയാം. ഞങ്ങൾ പന്ത് കളിക്കാൻ ഒരുക്കങ്ങൾ കൂട്ടി. 5 പേർ വീതം 2 ടീമിലും. പ്രകാശൻ പന്ത് കിക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാണ് സുമംഗല ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഓടി വരുന്നത് കണ്ടത്. ഓടി വരുന്നതിനിടയിൽ അവൾ വിളിച്ചു പറയുന്നത് കേട്ടു, നിൽക്ക്, എന്നെയും കൂടി കളിക്ക് കൂട്ട്. അവൾ അടുത്തെത്തിയപ്പോൾ പ്രകാശൻ പറഞ്ഞു, നീ വീട്ടിൽ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. അത് കേട്ടപ്പോൾ അവൾ വളരെ വിഷമിച്ചു. ഞാൻ ഈ വിവരം അമ്മയോട് പറഞ്ഞു. അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അമ്മ ഒരു പത്രപ്രവർത്തകയായി മാറിയതെങ്ങനെയെന്നും അതിൽ അച്ഛൻ പിന്തുണ എത്ര വലുതായിരുന്നു എന്നും എനിക്ക് മനസ്സിലായി. പ്രകാശൻ ചെയ്തത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡയറി എഴുതുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതേണ്ടത്. ഇവിടെ മഞ്ഞക്കിളി അന്ന് നടന്നത് എന്താണ്, ആ ഗ്രൗണ്ടിൽ വെച്ച് എന്താണ് നടന്നത്, അതൊക്കെ പറഞ്ഞ ശേഷം അമ്മയുടെ അടുത്ത് വന്ന കാര്യങ്ങളൊക്കെ അവന് വിവരിച്ചിട്ടുണ്ട് ഈ ഡയറിയിൽ. അപ്പോൾ നമ്മൾ ഡയറിയിൽ എന്താണ് എഴുതേണ്ടത്? അന്ന് നടന്ന കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡയറി എഴുതുമ്പോൾ തീയതിയും സമയവും എഴുതാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ദൃക്സാക്ഷി വിവരണമാണ് തയ്യാറാക്കേണ്ടത്. നോക്കാം. ചോദ്യം എന്താണ്? ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ സത്യസന്ധമായ വിവരണമാണ് ദൃക്സാക്ഷി വിവരണം. സ്പോർട്സ് മത്സരങ്ങൾക്ക് ഒഴിവാക്കാനാവാത്ത ഇനമാണ് ദൃക്സാക്ഷി വിവരണം. വള്ളം കളി, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, കബഡി തുടങ്ങി ഏത് മത്സരങ്ങളും കാണികളെ ആവേശം കൊള്ളിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളോടൊരു ദൃക്സാക്ഷി വിവരണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏത് മത്സരത്തെക്കുറിച്ച് എഴുതാം. നിങ്ങൾ എക്സാമിന് ഏത് മത്സരത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, ആ മത്സരത്തെക്കുറിച്ചുള്ള ദൃക്സാക്ഷി വിവരണമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇവിടെ നമ്മളൊരു 100 മീറ്റർ റേസിൻ്റെ 100 മീറ്റർ ഓട്ട മത്സരത്തിൻ്റെ ഒരു ദൃക്സാക്ഷി വിവരണമാണ് തയ്യാറാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ദൃക്സാക്ഷി വിവരണം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കണം. അതൊരു തത്സമയ വിവരണമാണ്. നമ്മൾ ഫുട്ബോളൊക്കെ ലൈവായിട്ട് കാണാറില്ലേ, ക്രിക്കറ്റ് ലൈവായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു തത്സമയ വിവരണമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങാടിക്കൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വാശിയേറിയ ഓട്ട മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിനുള്ള കുട്ടികൾ എല്ലാം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വിസിൽ മുഴങ്ങുന്നു. അപ്പ് അപ്പ് അപ്പ്. പിൻനിരയിൽ നിന്നിരുന്ന ബിപിൻ മുന്നിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. മുന്നിലോടിയ എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് അവൻ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടന്നിരിക്കുന്നു. ഓടി അവൻ 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ അവിടെ ഉള്ള പോലെ വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ. ഇനി നമ്മൾ ആ കമൻട്രി എന്നൊക്കെ പറയാറില്ല, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദൃക്സാക്ഷി വിവരണം എന്നതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു കമൻട്രിയാണ്. ഫുട്ബോളിലൊക്കെ കമൻട്രി കേൾക്കാറില്ലേ, അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കുമല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണിത്. ഇനി നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. കാട്ടിൽ പോയി പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം കളിക്കൂട്ടുകാരാക്കി കളിക്കുന്ന കണ്ണനെയും കൂട്ടുകാരെയും നിങ്ങൾ കണ്ടുവല്ലോ. പ്രകൃതിയെ അടുത്തറിഞ്ഞ് കളിക്കുന്ന അവരെ പോലെ കളിക്കാൻ ഇക്കാലത്തെ കുട്ടികൾക്ക് കഴിയുന്നുണ്ടോ? താഴെ തന്നിരിക്കുന്ന ഒരു കവിതാ ശകലം കൂടി പരിഗണിച്ച് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതുക. നമ്മളോട് നേരത്തെ ചോദിച്ചതുപോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ മറ്റൊരു രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു കവിതാ ഭാഗം നൽകിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. എടപ്പാൾ സുബ്രഹ്മണ്യൻ എഴുതിയിട്ടുള്ള വരികളാണ്. നേരമില്ലുണ്ണിക്ക് നേരമില്ല, നേരമ്പോ കോതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല. പ്രകൃതിയെ അടുത്തറിഞ്ഞ് പ്രകൃതിയുടെ ഭാഗമായാണ് കണ്ണനും കൂട്ടുകാരും കളിക്കുന്നത് അല്ലേ? കാട്ടിൽ പക്ഷി മൃഗാദികളോടൊപ്പം അവർ കളിച്ചു രസിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നിനും നേരമില്ല. കളിക്കാനോ കളി പറയാനോ മരം കയറാനോ ഊഞ്ഞാലാടാനോ അവർക്ക് നേരമില്ലാതായിരിക്കുന്നു. പഠന സമ്മർദ്ദവും ടെലിവിഷൻ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ അമിത ഉപയോഗവും ആധുനിക കാലത്തെ കുട്ടികളെ മറ്റൊന്നിനും സമയമില്ലാത്തവരാക്കി മാറ്റിയിരിക്കുന്നു. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനോ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിനോ പ്രകൃതിയെ അടുത്തറിയുന്നതിനോ കുട്ടികൾക്ക് സമയമില്ലാതെയായി. അവരെ സംബന്ധിച്ചിടത്തോളം കളി എന്നത് കമ്പ്യൂട്ടർ ഗെയിമുകൾ മാത്രമായി. ഇങ്ങനെ വളരുന്ന കുട്ടികൾ ഭാവിയിൽ മാനസികമായും ശാരീരികമായും അനാരോഗ്യമുള്ളവരായി തീരും. പുറത്തിറങ്ങി കളിക്കുന്നതിലൂടെയാണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കൂട്ടം കൂടിയുള്ള കളികളിലൂടെ കിട്ടുന്ന അറിവുകൾ പിന്നീടുള്ള ജീവിതത്തിൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നു.
ഇത്രയും കാര്യമാണ് നമ്മൾ എഴുതേണ്ടത്. പണ്ടുള്ള ആളുകൾ എങ്ങനെയായിരുന്നു, ഇപ്പോഴും ഉണ്ട് പല കുട്ടികളും അങ്ങനെ, എന്നാലും നമ്മൾ പറയുകയാണ് പണ്ടുള്ളവരെങ്ങനെയായിരുന്നു, പ്രകൃതിയോട് ഇണങ്ങിയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, പ്രകൃതിയിലായിരുന്നു വൈകുന്നേരങ്ങൾ അവർ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നെങ്ങനെയാണ്, സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ടെലിവിഷൻ, അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറുകളുടെ മുന്നിലായിപ്പോയി നമ്മുടെ ജീവിതം. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി വേണം നമ്മുടെ ഓരോ കളികളും, കൂട്ടുകാരും ഒത്തു വേണം നമ്മൾ കളിക്കുവാനായിട്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഒരു പാഠഭാഗത്ത് നിന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചിരിക്കേണ്ടത്. നിങ്ങൾ പാഠഭാഗങ്ങൾ നന്നായി വായിക്കുക, കവിതകൾ ആശയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് വായിച്ചു പോവുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.